യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനി നിമിഷപ്രിയയുടെ കേസ് സങ്കീർണവും ദുരൂഹവുമാണ്. യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കുറ്റം. തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച ശേഷം 2012-ലാണ് നിമിഷപ്രിയ നഴ്സായി യമനിലേക്ക് പോകുന്നത്. ഇരുവരും ഒരുമിച്ചാണ് യമനിലെത്തിയത്. ടോമി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിച്ചപ്പോൾ നിമിഷ ഒരു നഴ്സായി ജോലി ആരംഭിച്ചു. ഇതിനിടയിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ ടോമിയും നിമിഷയും പരിചയപ്പെടുന്നത്. ഒരു യമൻ പൗരന്റെ സഹായമില്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാൻ സാധിക്കാത്തതിനാൽ തലാലുമായി ചേർന്ന് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഇരുവരും തീരുമാനിച്ചു. ബിസിനസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറി. എന്നാൽ കൂടുതൽ പണം ആവശ്യമായി വന്നതിനാൽ ഇരുവരും മകളോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് നിമിഷ മാത്രമാണ് യമനിലേക്ക് മടങ്ങിയത്. സൗദി യമൻ യുദ്ധം കാരണം ടോമിക്ക് തിരികെ പോകാൻ സാധിച്ചില്ല. ബിസിനസിന്റെ തുടക്കത്തിൽ മാന്യമായി പെരുമാറിയ മഹദി പിന്നീട് സ്വഭാവം മാറ്റാൻ തുടങ്ങി. നിമിഷ അയാളുടെ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് നിർബന്ധിച്ച് മതപരമായ വിവാഹം നടത്തുകയും ചെയ്തു. ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തട്ടിയെടുത്ത മഹദി നിമിഷയുടെ സ്വർണം വിൽക്കുകയും പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതോടെ അധികാരികൾക്ക് പരാതി നൽകിയ നിമിഷയെ മഹദി ക്രൂരമായി മർദ്ദിച്ചു. ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നിയപ്പോഴാണ് മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷയുടെ മൊഴി. തലാൽ അബ്ദുൾ മഹദിയുടെ ക്രൂരമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അയാളെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്. 2017-ലാണ് ഈ സംഭവം നടക്കുന്നത്. ക്ലിനിക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മർദ്ദനവും കാരണം മഹദിക്ക് മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു നിമിഷ. ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്നും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും പാസ്പോർട്ട് പിടിച്ചുവെച്ചുവെന്നും നിമിഷ ആരോപിച്ചിരുന്നു. നിമിഷയെ കൂടാതെ ഹനാൻ എന്ന യമനി യുവതിയും മഹദിയുടെ മർദ്ദനത്തിന് ഇരയായിരുന്നു. പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞുകൊടുത്തത് ഹനാനാണ്. ഇതിനായി മഹദിക്ക് അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു. മഹദിക്ക് ബോധം നഷ്ടപ്പെട്ട ശേഷം പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടുന്നതിനിടെ അതിർത്തിയിൽ വെച്ച് പിടിയിലാവുകയായിരുന്നു എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ മഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലുള്ള ജലസംഭരണിയിൽ നിന്ന് വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിചാരണയും വിധിവും. മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞു. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും ലഭിച്ചില്ലെന്നും സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ലെന്നും നിമിഷപ്രിയ പറഞ്ഞിരുന്നു.